അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ്, മറ്റുള്ള ഉസ്താദുമാർ, സ്നേഹാദരവുകൾ നിറഞ്ഞ ജമാഅത്തിന്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, പിഞ്ചോമന മക്കളെ, മാഷാ അല്ലാഹ്, ഇന്ന് രാവിലെ മുതൽ വിവിധ തരത്തിലുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുമക്കൾ പരസ്പരം പോരടിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവുകളാണ് നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസാനം കണ്ട പരിപാടി തന്നെ മതി എത്രത്തോളം ഈ കുട്ടികൾ കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 1-ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളാണ് വളരെ മനോഹരമായിട്ട് ക്ലാസ്സിൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ അവസാനം കഴിഞ്ഞ 2 ബുർദകൾ, അതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കാൻ വാക്കുകളില്ലെന്ന് പറയാം. വളരെ മനോഹരമായി. പലപ്പോഴും ബുർദ ആലാപന മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ പൊതുവെ നോക്കിയിട്ട്, കിതാബുകൾ നോക്കിയിട്ട് പാടാറാണ് പതിവ്. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ട് അവൾ ബുർദയുടെ വരികൾ പോലും മനഃപ്പാടമാക്കി ഒരുപാട് ഉറുദുവും അറബിയും മലയാളവും ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ ഒന്നിച്ച് കാണാതെ പഠിച്ച് പാടുന്ന കുട്ടികളെ കണ്ടു. മാഷാ അല്ലാഹ്. അതിന് പ്രാപ്തരാക്കിയ ഉസ്താദുമാർ, അതിനെല്ലാ പിന്തുണയും നൽകുന്ന രക്ഷിതാക്കൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ നാടിൻ്റെ ഒരു സന്തോഷവും ഐക്യവും, നിങ്ങളുടെ നാടിൻ്റെ അഭിമാനമൊക്കെ ഇവരാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിലും വളരെ മനോഹരമായിട്ട് നബിതങ്ങളുടെ മദ്ഹുകൾ, നബിതങ്ങളുടെ അവദാനങ്ങൾ പാടിയും പ്രകീർത്തിച്ചും മുന്നോട്ട് പോകാൻ നമ്മുടെ നാടിന് കഴിയട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, പൊതുവെ ഉസ്താദുമാരാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ കൂടുതൽ ഇറങ്ങാറുള്ളതെങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഈ നാട്ടിലെ കമ്മിറ്റി ഭാരവാഹികളാണ് സജീവമായിട്ട് ഇറങ്ങിയിട്ട് കാണുന്നുള്ളത്. അത് മറ്റുള്ള നാടുകളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഒരുക്കി തരുന്നത് കമ്മിറ്റി ഭാരവാഹിയാണെങ്കിലും അതിനപ്പുറം തന്നെ ഓരോ കാര്യങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് അനൗൺസ്മെന്റ് വരെ വരുന്നുള്ളത് പൊതുവെ ഉസ്താദുമാരിൽ നിന്നാണെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ജമാഅത്ത് ഭാരവാഹികളിൽ നിന്നാണ് അനൗൺസ്മെന്റും കാര്യങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ ഒരു വ്യത്യസ്തമായി തോന്നി. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.